4 മണി ചായക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ചെറുപയർ പരിപ്പ് മുരിങ്ങയില വടയാണ്. 2 കപ്പ് ചെറുപയർ പരിപ്പ് 1 മണിക്കൂർ നേരം കുതിർത്ത് കഴുകി വാരി വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ 1 കപ്പ് മുരിങ്ങയില കൂടെ വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒട്ടും വെള്ളം പാടില്ല. ഇനി ഇതിലേക്ക് ഒരു 10 ചെറിയുള്ളി, 1 കഷ്ണം ഇഞ്ചി, 2 പച്ചമുളകും കൂടെ എടുക്കാം. ഇതൊന്ന് പൊടിയായിട്ട് അരിഞ്ഞെടുക്കേണ്ടതാണ്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് പരിപ്പിട്ടൊന്ന് തരിതരിപ്പായിട്ട് അരച്ചെടുക്കണം. ഒരുപാട് സമയത്ത് അരയ്ക്കരുത്. ഒന്ന് പരിപ്പ് കുറച്ച് അതിനകത്ത് കാണും വേണം, എന്നാൽ അരയും വേണം. ഇതേപോലെ ഞാനിതെല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി, ചെറിയ ഉള്ളി, പച്ചമുളകൊന്ന് കൊത്തി അരിഞ്ഞിടാം. ഇതിലേക്ക് ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് നമുക്കിതെല്ലാം കുഴച്ചതിന് ശേഷം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് തൂക്കി കൊടുത്ത് നമുക്ക് പാകത്തിനാക്കാവുന്നതാണ്. ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടെ ഇട്ട് കൊടുക്കാം. ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1 നുള്ളു മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാം. പരിപ്പും ഉള്ളിലേക്കൊന്ന് കുഴച്ചതിന് ശേഷം ലാസ്റ്റ് നമുക്ക് മുരിങ്ങയില കൂടെ ഇട്ട് കൊടുക്കാം. എന്നിവിടെ മുരിങ്ങയില കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. മുരിങ്ങയില ഇട്ട് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം നമുക്ക്. ഞാനിവിടെ പാനിൽ എണ്ണ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി കുഴച്ചെടുത്ത പരിപ്പും മുരിങ്ങയിലയും ചെറിയ ഉരുളകളാക്കിയതിന് ശേഷം കൈകൊണ്ട് പരത്തി നമ്മൾ പരിപ്പോടെയൊക്കെ തയ്യാറാക്കില്ല, അതേപോലെ തന്നെ കൈകൊണ്ടൊന്ന് ഉരുട്ടിയിട്ട് പതുക്കെ ഒന്ന് പരത്തി എണ്ണയിലിട്ട് കൊടുക്കാം. ഒരുപാട് കനത്തിൽ പരത്തരുത്, കനം കുറച്ച് തന്നെ പരത്തിയെടുക്കാം. ഇതേപോലെ. ഇനി നമുക്കിത് എണ്ണയിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. തീ സമയം മീഡിയം ഫ്ലെയിമിലായിരിക്കണം. ഒരുപാട് കൂട്ടിയിടരുത്, പെട്ടെന്ന് കരിഞ്ഞു പോകും, പരിപ്പ് വേഗവുമില്ല. അപ്പം ഞാനിവിടെ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് ഒരു വശം മുരിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ ആയി വരുന്നുണ്ട്, ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഇതേപോലെ തന്നെ നമുക്ക് എല്ലാ വടയും വറുത്ത് കോരിയെടുക്കാം. നല്ലൊരു ടേസ്റ്റുള്ള റെസിപ്പി തന്നെയാണ്. നമ്മൾ പരിപ്പ് വടയൊക്കെ കഴിക്കുന്നത് പോലെ തന്നെയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക. ഇതൊരു ചൂട് കട്ടൻ ചായയോടെ നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.